ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ബാലചന്ദ്രൻ അങ്ങനെ അലീനെ ഇറക്കി വിട്ടതാണെന്നറിഞ്ഞ് അലീനയും കൊണ്ട് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവിടെ ചെന്ന് ശിവനെയും കമലയൊക്കെ നല്ല ശരിക്ക് വഴക്കൊക്കെ പറഞ്ഞ് അവർ ഇപ്പോൾ ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടിരിക്കുകയാണ്. കൂടെ ബബിതയും രോഹിത്തും ഇറങ്ങിപ്പോകുന്നുണ്ട്. അങ്ങനെ അവരെ എല്ലാവരെയും ഇറക്കി വിട്ടതിന് ശേഷം ബാലചന്ദ്രൻ ഇപ്പോൾ ഗോവർദ്ധനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നീ അവിടുത്തെ കാര്യങ്ങളെല്ലാം നന്നായി നോക്കിക്കോണം എന്നൊക്കെ ബാലൻ ഇപ്പോൾ ഗോവർദ്ധനെ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഇവിടെ ഒരു പ്രശ്നവുമില്ല, ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ, പിന്നെ സുനന്ദേച്ചിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, പ്രശ്നമൊന്നും തന്നെയില്ല, ചേട്ടൻ സമാധാനമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവർദ്ധൻ തിരക്കുന്നുണ്ട്. വീട്ടിലേക്ക് ചെന്നിട്ട് എന്തായി, അലീനെ തിരിച്ച് കൊണ്ടുവന്നപ്പോൾ അവിടെ ആകെ പ്രശ്നമായോ എന്ന് ചോദിക്കുന്നു. ഉടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, എല്ലാത്തിനെയും ഞാൻ ഇവിടെ നിന്നും അടിച്ചിറക്കി വിട്ടു എന്ന് പറയുമ്പോൾ അത് വലിയ പ്രശ്നമാകില്ലേ എന്ന് ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നു, ശിവേട്ടനും കമലേട്ടത്തിക്കും ഹരിക്കുമൊക്കെ ഭരിക്കാനായി അങ്ങ് കൈതക്കൽ ഒരു വീടുണ്ട്, അവിടെ പോയി ഭരിച്ചാൽ മതി, ഇവിടെ എൻ്റെ വീട്ടിൽ എന്ത് കാര്യങ്ങൾ നടക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എന്നൊക്കെ ബാലൻ പറയുമ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, ശിവേട്ടൻ അവിടെ നിന്ന് നേരെ വന്നത് ഇവിടേക്കാണ്, എന്നിട്ട് രാജീവനുമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ ബാലൻ പറയുന്നുണ്ട്, രണ്ടിനെയും സൂക്ഷിച്ചോണം, രണ്ടും വിഷമാണ്, അതുകൊണ്ട് നീ ശ്രദ്ധിച്ച് നിന്നോണം എന്ന് പറയുമ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, കുഴപ്പമില്ല ബാലേട്ടാ, ഞാനെല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ഗോവർദ്ധൻ ഫോൺ വയ്ക്കുകയാണ്. ഫോൺ വെച്ചതിന് ശേഷം ബാലേന്ദ്രൻ ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് അലീന ഇപ്പോൾ അവിടേക്ക് വരുന്നു. അലീന ഇപ്പോൾ ബാലേന്ദ്രനുള്ള ചായയും പലഹാരവും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇന്നൊന്നും കഴിച്ചില്ലല്ലോ എന്ന്. ഉടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കുന്ന കാര്യം പോലും മറന്നുപോയി, ഓരോ ടെൻഷൻ കാരണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, അച്ഛനാകെ ടെൻഷനാണെന്ന്, അച്ഛനൊന്നും കഴിച്ചിട്ടില്ല എന്നും എനിക്ക് മനസ്സിലായി, അതുപോലെ തന്നെയായിരുന്നു എനിക്കും വിശപ്പൊന്നും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട്, ആഹാ, നീ ഭക്ഷണം കഴിക്കാതെയാണ് ഇവിടെ വന്നിരിക്കുന്നത്, എങ്കിൽ പോയി കഴിക്ക് എന്നൊക്കെ പറഞ്ഞ് ബാലൻ പറഞ്ഞു വിടാൻ ഒരുങ്ങുമ്പോൾ അലീന പറയുന്നുണ്ട്, അത് വേണ്ട, ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് ബാലനോട് സംസാരിക്കാൻ തുടങ്ങുകയാണ് അലീന. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, ഇവിടെ ഇരുന്ന് സംസാരിക്കണ്ട, എഴുന്നേറ്റ് പോയി ഭക്ഷണം കഴിക്കുക, എന്നിട്ട് സംസാരിക്കാം. അങ്ങനെ ഇപ്പോൾ അലീനയും ആഹാരം കഴിക്കാനായി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അലീന പോയതിനു ശേഷവും ആകെ ടെൻഷനോടെ ഇരിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. എന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. അങ്ങനെ ശേഷം ഇപ്പോൾ കാണിക്കുന്നത് ഹരിയാണ്. ഹരി ഇപ്പോൾ ഹരിയുടെ കാമുകിയുമായി കറങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ്. ആ കുട്ടി ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് പോകുന്നത് എന്ന്. ഉടനെ ഹരി പറയുന്നുണ്ട്, നീ ധൈര്യമായി കയറ്, ഞാൻ കൊണ്ടുപോകുന്നത് നിനക്ക് പേടിയാണോ എന്നൊക്കെ ഹരി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവർ ബൈക്കിൽ കയറി പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹരി ചോദിക്കുന്നുണ്ട്, നിൻ്റെ രണ്ട് കൈയും കൂടെ പിടിച്ച് എന്നെ കെട്ടിപ്പിടിച്ചിരുന്നൂടെ എന്നൊക്കെ. ഉടനെ ഇപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 കിലോമീറ്ററെങ്കിലും ആയി, എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്ന് പറയാൻ മേലെ, എന്നെ പറ്റിക്കാൻ വേണ്ടിയാണോ എന്നൊക്കെ ഇങ്ങനെ ആ കുട്ടി ചോദിക്കുമ്പോൾ ഹരി ചോദിക്കുന്നുണ്ട്, നിന്നെ ഞാൻ പറ്റിക്കുമോ, പറ്റിക്കാനാണെങ്കിൽ എനിക്ക് നേരത്തെ അത് ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ കൊണ്ട് ഇപ്പോൾ പോവുകയാണ് ഹരി. അതിനുശേഷം ഇപ്പോൾ മനുവിനെയാണ് കാണിക്കുന്നത്. മനു ഇപ്പോൾ ബാലേന്ദ്രൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഡോറൊക്കെ തുറന്ന് അകത്തേക്ക് കയറി ചെല്ലുകയാണ് മനുവും ആഹാരമൊന്നും തന്നെ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അലീന ഇപ്പോൾ ചായയും പലഹാരവും ഒക്കെ എടുത്തുകൊണ്ടുവന്ന് മനുവിനും കൊടുക്കുന്നുണ്ട്. എന്നിട്ടിപ്പോൾ അലീന പറയുന്നുണ്ട്, മനുവേട്ടനും ആഹാരമൊന്നും കഴിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇത് കേട്ട് മനു പറയുന്നുണ്ട്, ആകെ ടെൻഷനായിരുന്നല്ലോ, അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കാര്യം പോലും മറന്നുപോയി. പലപ്പോഴും നമ്മൾ ആഹാരം കഴിക്കാൻ മറന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അസ്ഥിക്ക് പിടിച്ച പ്രേമം വരുമ്പോൾ, അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മരണപ്പെടുമ്പോൾ, അതുപോലെ ഒരുപാട് അപമാനിക്കപ്പെടുമ്പോൾ, അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കാര്യം മറന്നു പോകുന്നു എന്നൊക്കെ മനു ഇങ്ങനെ പറയുമ്പോൾ ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, പറഞ്ഞതെല്ലാം നേരാണല്ലോ എന്ന്. എന്നിട്ട് മനുവിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അലീന. ഞാനൊരു സോറി പറയണമെന്ന് വിചാരിച്ചു, പക്ഷേ അത് മറന്നുപോയി എന്ന് മനു പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്തിനാ മനുവേട്ട എന്നോട് സോറി പറയുന്നത് എന്ന്. ഉടനെ മനു പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും അനിയനും കൂടിയല്ലേ അലീനയോട് ആ ക്രൂരത ചെയ്തത്, അതിനാണ് ഞാൻ സോറി പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെ സോറി പറയാനാണെങ്കിൽ മനുവേട്ടന് അതിനെ നേരം കാണൂ. ഉടനെ മനു ചോദിക്കുന്നുണ്ട്, നീ എന്താ അങ്ങനെ പറഞ്ഞത് എന്ന്, ഇനിയും അവരിതെല്ലാം ആവർത്തിക്കുമെന്നാണോ നീ ഉദ്ദേശിച്ചത് എന്ന് മനു ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഇതുപോലുള്ള പല സംഭവങ്ങളും ഉണ്ടാകും, അതിന് അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എനിക്കിവിടെ നിൽക്കാനുള്ള അർഹതയില്ല, ഇവിടെ അർഹതയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആകില്ലായിരുന്നല്ലോ, ഞാനിവിടെ വരാനേ പാടില്ലായിരുന്നു,
അഥവാ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെ പെട്ടെന്ന് സ്ഥലം വിടണമായിരുന്നു. അത് ചെയ്തില്ല, അതുകൊണ്ടാണ് ഇതെല്ലാം പ്രശ്നമായത് എന്നൊക്കെ അലീന പറയുന്നത് കേട്ട് മനു ചോദിക്കുന്നുണ്ട്. അപ്പോൾ അർഹതയില്ലാത്ത ഇടത്താണ് ഇരിക്കുന്നതെന്ന് തോന്നലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. കാരണം അച്ഛൻ എന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കൊണ്ടല്ലേ. ഒരാൾ നമ്മളെ പൊക്കി പിടിച്ചിട്ടുണ്ട് എന്ന് കരുതി അവിടെ അങ്ങ് കയറി ഞെളിഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. അവിടെ ഇരിക്കാൻ എനിക്ക് അർഹതയുണ്ടോ എന്ന് ഞാനൊന്നും ആലോചിക്കണ്ടേ. അച്ഛൻ ശരിക്കും ഇവിടെ കിടന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അച്ഛൻ അനുഭവിക്കുന്ന വേദനയുടെ അത്രയൊന്നും ആരും അനുഭവിക്കുന്നില്ല. ശരിക്കും സത്യം എന്താണെന്ന് മനുവേട്ടൻ അറിയാം. പക്ഷേ മനുവേട്ടന് ഇതാരോടെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് ആർക്കെങ്കിലും ഞാൻ അഭിമാനമാണോ? അല്ല, അവർക്കെല്ലാം അപമാനമാണ് ഞാൻ. അതുപോലെ അച്ഛനും ഒരുപാട് കള്ളക്കഥകൾ ഉണ്ടാക്കി അതിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് പറയും, മോളെ നീയാണ് എൻ്റെ ഊന്നുവടിയെന്ന്. അച്ഛൻ ആ പറയുമ്പോൾ അച്ഛൻ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. അച്ഛന് ഞാനേ ഉള്ളൂ. അച്ഛൻ്റെ വിഷമം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം. ഈ കാര്യങ്ങളൊക്കെ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയാൻ അച്ഛനോട് പറ്റുമോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാഭിമാനം കാരണം ഭാര്യ ഇട്ടിട്ട് പോകും. പിന്നെ മക്കളുടെ കാര്യം എന്താവും? അങ്ങനെ ആരോടെങ്കിലും അച്ഛൻ ഇത് തുറന്നു പറയാൻ പറ്റുമോ? അച്ഛൻ ഒരു കള്ളക്കഥയുണ്ടാക്കി. അതിൻ്റെ പേരിൽ അച്ഛൻ വീണ്ടും അപമാനിക്കപ്പെട്ടു. അച്ഛൻ അനുഭവിക്കുന്ന വേദനയുടെ അത്രയൊന്നും ഒരാളും അനുഭവിക്കുന്നില്ല. അച്ഛൻ്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. എൻ്റെ അച്ഛന് ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ വളരെ സങ്കടത്തോടെ അലീന പറയുമ്പോൾ മനു പറയുന്നുണ്ട്, അലീനെ ഞാനില്ലേ നിങ്ങളുടെ കൂടെ എന്ന് ചോദിച്ച് ഇപ്പോൾ ചേർത്ത് പിടിക്കുന്നുണ്ട് മനു. അങ്ങനെ ഇപ്പോൾ വളരെയധികം സങ്കടം വന്ന് മനുവിൻ്റെ നെഞ്ചിലേക്ക് ചാരിക്കിടന്ന് ഇങ്ങനെ അലീന പൊട്ടിക്കരയുന്നുണ്ട്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, 10-24 വർഷം കൊണ്ട് അച്ഛൻ കെട്ടിപ്പടുത്ത് കൊണ്ടുവന്ന അച്ഛൻ്റെ കുടുംബമാണ് നശിച്ചു പോകുന്നത്. എന്നിട്ടും അച്ഛൻ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ അനാഥയാണല്ലോ എന്ന് കരുതി അച്ഛൻ ഇപ്പോൾ എന്നെ വിട്ടുകളയാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇതെല്ലാം ഭാര്യയോട് തുറന്നു പറയാനും സാധിക്കുന്നില്ല. അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ആകെ വിഷമമാവുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ അലീന ഇങ്ങനെ മനുവിനോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ശേഷം ഇപ്പോൾ വീണ്ടും ഹരിയാണ് കാണിക്കുന്നത്. ഹരി ഇപ്പോൾ ആ പെൺകുട്ടിയും കൊണ്ടൊരു റിസോർട്ടിലേക്കാണ് ചെല്ലുന്നത്. ആ റിസോർട്ടിലാണെങ്കിൽ അങ്ങനെ അധികം ആൾക്കാരൊന്നും തന്നെ ഇല്ല. അങ്ങനെ അവിടെ വല്ല ഇങ്ങനെ ചുറ്റി കാണുന്നുണ്ട് ആ പെൺകുട്ടി. എന്നിട്ട് അവിടെ വല്ല ഇഷ്ടപ്പെടുന്നുണ്ട് ആ പെൺകുട്ടിക്ക്. അങ്ങനെ ഇപ്പോൾ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി നടന്ന് കാണുന്ന സമയത്ത് അവിടെ എല്ലാം നോക്കി നടത്തുന്ന ഒരു ചെറുക്കൻ ഇപ്പോൾ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവിടേക്ക് ആ ചെറുക്കൻ വരുമ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഫുഡ് കിട്ടുമോ എന്ന്. അങ്ങനെ ഹരി ചോദിക്കുമ്പോൾ ചെറുക്കൻ പറയുന്നുണ്ട്, ഇവിടെ ഫുഡെല്ലാം കിട്ടും, എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഉണ്ടാക്കി തരാമെന്ന് പറയുന്നു. ആഹാരത്തിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ട് റൂമിന് എത്രയാകുമെന്ന് ഇങ്ങനെ ഹരി തിരക്കുന്നുണ്ട്. ഇത് കേട്ടിപ്പോൾ ആ പെൺകുട്ടിയുടെ പേര് ശരണ്യ എന്നാണ്. ആ ശരണ്യ ചോദിക്കുന്നുണ്ട്, എന്തിനാണിപ്പോൾ റൂമെന്ന്? നമുക്ക് റൂമിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മളിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ളതല്ലേ എന്ന് പറയുമ്പോൾ ഹരി ചോദിക്കുന്നുണ്ട്, ഒന്ന് ഫ്രഷ് ആകണ്ടേ എന്ന്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നതല്ലേ, എന്തായാലും ഒരു റൂം ബുക്ക് ചെയ്തിട്ടേക്കാം എന്ന് പറഞ്ഞിപ്പോൾ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഹരി. അങ്ങനെ ഇപ്പോൾ വീണ്ടും അവിടെയെല്ലാം ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട് അവർ രണ്ടുപേരും. എന്നിട്ട് റീൽസൊക്കെ എടുക്കുന്നുണ്ട്. ശേഷം അവളുടെ മടിയിൽ ഇങ്ങനെ കിടന്ന് കുറച്ച് നേരം അവളോട് വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. ശരണ്യെ എങ്ങനെയെങ്കിലും ആ റൂമിലേക്ക് കൊണ്ടുപോകണം, അതാണ് ഹരിയുടെ ഉദ്ദേശം. ശേഷം ഇപ്പോൾ ബാലേന്ദ്രനെ കാണിക്കുന്നു. ബാലേന്ദ്രനെ ഇപ്പോൾ ഗംഗാധരനാണ് വിളിക്കുന്നത്. ഗംഗാധരൻ ഇപ്പോൾ ന്യൂയോർക്കിലെ കറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഡൽഹിയിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഡൽഹിയിലുള്ള ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് തിരിച്ചു പോരാനായി തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബാലേന്ദ്രനെ വിളിച്ച് പറയുകയാണ് ഗംഗാധരൻ. ഇതെന്താ ഇത്രയും കാലമായിട്ട് ഇങ്ങോട്ടൊന്നും വിളിക്കാതിരുന്നത് എന്ന് ബാലേന്ദ്രൻ ഇപ്പോൾ ഗംഗനോട് ചോദിക്കുന്നുണ്ട്. ഉടനെ ഗംഗാധരൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഡൽഹിയിൽ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ, അപ്പോഴാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട്, വൈജയന്തിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ എന്ന്. അപ്പോൾ പറയുന്നുണ്ട്, ആ വൈജയന്തിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അതുമാത്രമല്ല ബാലേന്ദ്രൻ അവിടെ വേറെ കുറേ കഥകൾ പറഞ്ഞു എന്നും ഞാൻ അറിഞ്ഞു എന്നൊക്കെ ഗംഗാധരൻ പറയുന്നത് കേട്ട് ബാലേന്ദ്രൻ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ഞാനത് ഉണ്ടാക്കി പറഞ്ഞ കഥയാണെന്ന് എങ്ങനെയാണ് ഗംഗേട്ടന് മനസ്സിലായത് എന്ന് ചോദിക്കുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, അന്ന് അവിടെ വന്നപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായതാണ്. ബാലചന്ദ്രൻ കൂടെ നിർത്തിയേക്കുന്ന അലീന വൈജയന്തി അന്ന് പ്രസവിച്ച കുട്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാനന്ന് തിരിച്ചു പോന്നത് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ഇത് കേട്ട് ചോദിക്കുന്നുണ്ട്, ആഹാ, അന്ന് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണോ അളിയൻ ഒന്നും മിണ്ടാതെ അങ്ങ് പോയത്? എന്നിട്ട് എന്താ ഈ കാര്യങ്ങളൊന്നും അനിയന്മാരോട് തുറന്നു പറയാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ബാലൻ ചോദിക്കുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, അതങ്ങനെ തുറന്നു പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആകെ ഒരു പൊട്ടിത്തെറിയായിരിക്കും. പിന്നെ വൈജയന്തി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ആ വീട് വിട്ടിറങ്ങും. മക്കൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളില്ലേ. ശരിക്കും എങ്ങനെയെങ്കിലും പയ്യെ നീതി നടപ്പിലാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ അവിടെ നിന്ന് പോന്നത് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ നീതി നടപ്പിലാകണമെങ്കിൽ അലീനയ്ക്ക് അവളുടെ അമ്മയെ തിരിച്ചറിയാനും അവരുടെ അമ്മയുടെ കൂടെ താമസിക്കാനും ഒക്കെ സാധിക്കണം.
അതല്ലേ യഥാർത്ഥ നീതി എന്ന് ചോദിക്കുമ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, അത് ഒറ്റയടിക്കങ്ങ് നടക്കുമോ ബാലചന്ദ്ര? ഇതൊക്കെ ആയിട്ട് ഒന്ന് അഡ്ജസ്റ്റായി പയ്യെ പയ്യെ എല്ലാം ശരിയാകും എന്നാണ് ഞാൻ കരുതിയത് എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് സംസാരിക്കണം, മറ്റന്നാൾ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, ആയിക്കോട്ടെ, ഒരു കുഴപ്പവുമില്ല, ഇങ്ങോട്ട് പോര്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, ശരിക്കും ബാലചന്ദ്രൻ്റെ ആരുമല്ലല്ലോ അലീന? ബാലചന്ദ്രനുമായി രക്തബന്ധമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് കുറച്ച് ദിവസം അലീനയെ ഒന്ന് മാറ്റി നിർത്തുമായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയേനെ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ലല്ലോ, അവൾ എൻ്റെ ചോരയാണ്, എൻ്റെ രക്തമാണ്, എൻ്റെ മകളാണ്, അവളെ അങ്ങനെ മാറ്റി നിർത്തുന്നില്ല എന്ന് തന്നെ ബാലേന്ദ്രൻ പറയുന്നു. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.